ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി എന്നൊരു കാര്യം കൂടെയാണ്. മരുഭൂമിയിൽ പോയത് പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറയുന്നതിനേക്കാൾ ഒരു മൗനത്തിലേക്ക് പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു മൗനത്തിൽ ഒരു പുതിയ സൃഷ്ടി ഉടലെടുക്കും, അഥവാ പുതിയ വെളിപാടുകൾ ഉണ്ടാകും. ഇത് ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. തിരക്ക് പിടിച്ച സക്കറിയ എന്ന് പറഞ്ഞൊരു പുരോഹിതനടുത്ത് മാലാഖ പ്രത്യക്ഷപ്പെട്ട് അയാൾക്ക് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയുന്നില്ലേ, എലിസബത്ത് വാർദ്ധക്യത്തിലൊരു കുഞ്ഞിന് ജന്മം നൽകി. അത് വിശ്വസിക്കാതിരുന്ന അയാളോട് പറഞ്ഞത്, ആ കുഞ്ഞ് ജനിക്കുന്നവരെ നീ മൂകനാകും. ഇതേ കാര്യം ഒരത്ഭുതം പോലെ മറിയത്തോട് പറയുന്നുണ്ട്. മറിയത്തിനുണ്ടായിരുന്ന ഒരു ഗുണം, ഒരു മൗനം, ഒരുപക്ഷെ ഈ പുരോഹിതനില്ലായിരുന്നു. സക്കറിയ നിശബ്ദനായി. ആ നിശബ്ദതയ്ക്കൊടുവിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിൻ്റെ പേരെന്തെന്ന് എഴുതി കാണിക്കുമ്പോൾ അയാളുടെ നാവിൻ്റെ കെട്ടഴിയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലൊരു സർഗാത്മകത ഉടലെടുക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മളൊരു മൗനത്തിലേക്ക് നയിക്കുന്നു. യേശു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ദൈവത്തിൻ്റെ അഭിഷേകം, ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തതയോടുകൂടെ ഒരു പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഒരു മൗനത്തിൽ രൂപപ്പെടുന്നു. മൗനം നമ്മളെ രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ആൾക്കൂട്ടങ്ങളിലും ബഹളങ്ങളിലും പ്രാർത്ഥനകളുടെ ഭാഗമാകുകയാണ്. ഒറ്റയ്ക്ക് ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യരാരുമില്ലാത്തൊരിടമെന്നല്ല, ദൈവം മാത്രമുള്ളൊരിടം. അങ്ങനൊരു മരുഭൂമി നമ്മുടെ ഉള്ളിലുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം മാത്രം ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറിപ്പോകണം. അവിടെ ദൈവവുമായിട്ട് നമ്മളിൽ നിന്ന് എന്തോ വലിയ കാര്യങ്ങൾ ഉടലെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അത്തരമൊരു മൗനത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. ഈ മൗനം അഭ്യസിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവം മാത്രമുള്ളൊരിടത്തേക്ക് നമ്മളൊന്ന് പിൻവാങ്ങും. നന്ദി.